ഇന്ത്യയിൽ ഗ്രീൻ എനർജി ഒരു വിപ്ലവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോളാർ പാടങ്ങൾ, വിൻഡ് മിൽ, ഹോം ബേസ്ഡ് സോളാർ സോഴ്സുകൾ, തിരമാലകളിൽ നിന്നുള്ള പവർ ജനറേഷൻ, അങ്ങനെ പലതരത്തിൽ റിന്യൂവബിൾ എനർജിയുടെ ഒരു കുതിച്ചുചാട്ടം നടക്കുന്ന ഒരു ഇറയിലാണ് നമ്മളുള്ളത്. പല രീതിയിലും ഗ്രീൻ എനർജി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ അടുത്ത ബിഗ് ട്രെൻഡ് ആകാൻ എല്ലാ സാധ്യതകളുമുള്ള ഒരു സെക്ടറാണ്. കാരണം ഗവൺമെന്റ് പോളിസികളും ലോകമെമ്പാടുമുള്ള മാറ്റങ്ങളും ഈ ഒരു സെക്ടറിനെ അതിവേഗം വളർത്തുകയാണ്. 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം 29.52 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയാണ് പുതുതായിട്ട് ആഡ് ചെയ്തത്. ഇതൊരു റെക്കോർഡ് വളർച്ചയാണ്. ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമാകാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? പക്ഷെ ആയിരക്കണക്കിന് കമ്പനികളിൽ നിന്ന് ശരിയായ ഗ്രീൻ എനർജി കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയെ നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിയും? ഇന്ന് നമ്മൾ ഇന്ത്യൻ ഗ്രീൻ എനർജി രംഗത്തെ 3 കിടിലൻ സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു സ്റ്റേബിൾ ജയന്റ്, പിന്നെ റോക്കറ്റ് വേഗത്തിൽ വളരുന്ന ഒരു കമ്പനി, അതുപോലെ പ്രതിസന്ധികളിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു ടേൺ അറൌണ്ട് സ്റ്റോറി. ഇവിടെ 3 സ്റ്റോക്കുകളെ കുറിച്ചുള്ള നമ്മുടെ അനാലിസിസ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാകും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ടാറ്റയുടെ കരുത്തിൽ ടാറ്റ പവർ. ഏവർക്കും സുപരിചിതമായിട്ടുള്ള ബ്രാൻഡാണ് ടാറ്റ പവർ. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്ക്. സ്റ്റേബിൾ ജയന്റ് എന്ന പേരിന് ഏറ്റവും യോഗ്യമായ കമ്പനിയാണ്. ഏറ്റവും വലിയ അട്രാക്ഷൻ ടാറ്റ എന്ന ബ്രാൻഡ് നെയിം തരുന്ന വിശ്വാസ്യത തന്നെയാണ്. എന്നാൽ അതിനപ്പുറം ഗ്രീൻ എനർജിയിൽ ടാറ്റ പവർ നടത്തുന്ന മുന്നേറ്റങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ടാറ്റ പവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റഗ്രേറ്റഡ് പവർ കമ്പനികളിൽ ഒന്നാണ്. സോളാർ, വിൻഡ് പോലെയുള്ള റിന്യൂവബിൾ എനർജി മാത്രമല്ല, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എന്തിനധികം ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ വരെ നീളുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഇവർക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെറും ഒരു പവർ ജനറേറ്റിംഗ് കമ്പനി എന്നതിലുപരി എനർജി സെക്ടറിന്റെ എല്ലാ തലത്തിലും സാന്നിധ്യമുള്ള ഒരു അധികായനായി ടാറ്റ പവർ മാറിക്കഴിഞ്ഞു. ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ പവറിന്റെ പെർഫോമൻസ് വളരെ സ്റ്റേബിൾ ആണ്. കമ്പനിയുടെ വരുമാനവും ലാഭവും തുടർച്ചയായിട്ട് വർദ്ധിക്കുന്നു. പല അനാലിസിസുകളും ഈ ഒരു സ്റ്റോക്കിന് ഇനിയും 20 മുതൽ 28% വരെ അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അഥവാ ROE ഏകദേശം 11% ആണ്. ഇത് കാണിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന് കമ്പനി എത്രത്തോളം കാര്യക്ഷമമായിട്ട് ലാഭം ഉണ്ടാക്കുന്നു എന്നതാണ്. ഗ്രീൻ എനർജിയിലേക്ക് വരുമ്പോൾ റൂഫ് ടോപ്പ് സോളാർ രംഗത്ത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് ടാറ്റ പവർ. രാജ്യത്തുടനീളം ആയിരക്കണക്കിന് വീടുകളും സ്ഥാപനങ്ങളിലും അവർ സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. വലിയ സോളാർ പാർക്കുകളും വിൻഡ് മില്ലുകളും ഇവർക്കുണ്ട്. പ്രധാനമന്ത്രിയുടെ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പോലെയുള്ള സർക്കാർ പദ്ധതികൾ ടാറ്റ പവറിന് മുന്നിൽ തുറന്നിടുന്നത് വലിയ ബിസിനസ് അവസരങ്ങളാണ്. അതുപോലെ തന്നെ EV ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും ടാറ്റ പവർ ഒരുപടി മുന്നിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ EV ചാർജിംഗ് നെറ്റ്വർക്കുകളിൽ ഒന്നാണ് ഇവരുടെ. ഇലക്ട്രിക് വാഹന മാർക്കറ്റ് ഇന്ത്യയിൽ വളരുന്നതിനനുസരിച്ച് ടാറ്റ പവറിന്റെ ഈ ബിസിനസ്സും കുതിച്ചുയരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ടാറ്റ പവർ ഒരു മികച്ച ചോയ്സ് തന്നെയാണ്. ടാറ്റ എന്ന ബ്രാൻഡ് വാല്യൂ, ഗ്രീൻ എനർജിയിലെ ശക്തമായ സാന്നിധ്യവും ഈ ഒരു സ്റ്റോക്കിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റും. ടാറ്റ പവറിന്റെ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജസ്, അതുപോലെ തന്നെ നിയർ ബൈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് ആവറേജസിൽ 50, 100, 200 മൂവിംഗ് ആവറേജസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്ന വാരി റിന്യൂവബിൾ ടെക്നോളജീസ്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമൻ ഹൈ ഗ്രോത്ത് സ്റ്റോക്കാണ് വാരി റിന്യൂവബിൾ ടെക്നോളജീസ്. ടാറ്റ പവറിനെ പോലെ തന്നെ അത്ര ഫെമിലിയർ ആയ പേരായിരിക്കില്ല ഇത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇൻവെസ്റ്റേഴ്സിന് സ്വപ്നതുല്യമായിട്ടുള്ള റിട്ടേൺ നൽകിയ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണിത്. മിഡ് ക്യാപ് വിഭാഗത്തിൽ വരുന്ന ഈ കമ്പനി സോളാർ EPC രംഗത്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് EPC? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ട A to Z വർക്കുകൾ ചെയ്യുന്നത്. അതായത് ഡിസൈനിങ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ, കമ്മീഷനിങ് വരെ ഒറ്റ കോൺട്രാക്ട് ആയിട്ട് എടുത്ത് പൂർത്തിയാക്കുന്നതിനെയാണ് EPC എന്ന് പറയുന്നത്. വാരി റിന്യൂവബിൾ ഈ രംഗത്തെ ഒരു കീ പ്ലെയർ ആണ്. വാരിയുടെ ഈ കിടിലൻ വളർച്ചയുടെ സീക്രട്ട് അവരുടെ കയ്യിലുള്ള സ്ട്രോങ് ഓർഡർ ബുക്ക് തന്നെയാണ്. കമ്പനിക്ക് നിലവിൽ ഏകദേശം 3.95 ഗിഗാവാട്ടിന്റെ ഓർഡറുകൾ കയ്യിലുണ്ട്. ഇതിനു പുറമെ 27 ജിഗാവാട്ടിൽ വരുന്ന പ്രോജക്ടുകൾക്കായിട്ടുള്ള ബിഡിംഗിലും കമ്പനി സജീവമാണ്. 2025 മാർച്ച് ക്വാർട്ടറിലെ കണക്കെടുത്താൽ കമ്പനിയുടെ അറ്റാദായത്തിൽ 81% വർധനയും വരുമാനത്തിൽ 74% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. ഈ നമ്പേഴ്സ് മാത്രം മതി കമ്പനിയുടെ ആ ഒരു ഗ്രോത്ത് റേറ്റ് മനസ്സിലാക്കാൻ. കമ്പനിയുടെ മറ്റൊരു ബിസിനസ് ആണ് ക്വാണ്ടം അഥവാ ഓപ്പറേഷൻസ് ആൻഡ് മെയിന്റനൻസ്. സോളാർ പാനലുകൾ നിർമ്മിച്ച ശേഷം അതിന്റെ ഡെയിലി ഓപ്പറേഷൻസും മെയിന്റനൻസും ഏറ്റെടുക്കുന്ന കരാറുകളാണ്. 5 മുതൽ 10 വർഷം വരെ നീളുന്ന ഈ കോൺട്രാക്ടുകൾ കമ്പനിക്ക് ഒരു സ്റ്റേബിൾ റവന്യൂ ഉറപ്പാണ്. ഇനി കമ്പനിയുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിവേഗം വളരുന്ന ക്യാപ് കമ്പനി ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസിൽ നല്ല വൊളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റിലെ ചെറിയൊരു മൂവ്മെന്റ് പോലും സ്റ്റോക്കിനെ കാര്യമായിട്ട് ബാധിച്ചേക്കാം. കൂടാതെ EPC ബിസിനസിൽ കടുത്ത കോമ്പറ്റീഷനും ഉണ്ട്. പുതിയ ഓർഡറുകൾ നേടാനും പ്രോഫിറ്റ് മാർജിൻ നിലനിർത്താനും കമ്പനിക്ക് ഇപ്പോഴും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടി വരും. എങ്കിലും ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി
ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ സോളാർ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സർക്കാർ ഈ സെക്ടറിന് നൽകുന്ന പ്രോത്സാഹനങ്ങൾ ഭാരി റിന്യൂവബിൾസ് പോലെയുള്ള കമ്പനികൾക്ക് വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് നൽകുന്നത്. കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ അതിനൊത്ത റിവാർഡ് പ്രതീക്ഷിക്കുന്ന ഒരു ഇൻവെസ്റ്റർക്ക് ഭാരി റിന്യൂവബിൾസിനെ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. ഭാരി റിന്യൂവബിൾസിന്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ മൂവിംഗ് ആവറേജസ് അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും താഴെ കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കാം. ഇതുപോലെയുള്ള സ്റ്റോക്ക് അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക്, തിരിച്ചുവരവിലെ താരം ഐനോക്സ് വിൻഡ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്റ്റോക്ക് ഒരു ഗംഭീര ടേൺ അറൌണ്ട് സ്റ്റോറിയാണ്. ഒരു കാലത്ത് വലിയ കടക്കണിയിലും പ്രതിസന്ധികളിലും പെട്ട് എന്നാൽ ഇപ്പോൾ ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഒരു കമ്പനിയാണ് ഐനോക്സ് വിൻഡ്സ്. വിൻഡ് എനർജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനിയെ ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. വിൻഡ് ടർബൈനുകൾ നിർമ്മിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, മെയിന്റനൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഐനോക്സ് വിൻഡ്സ്. കുറച്ച് വർഷം മുമ്പ് വരെ വലിയ കടം, ഓർഡറുകൾ ഇല്ലാത്ത അവസ്ഥ, ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസി പോലെയുള്ള പ്രശ്നങ്ങൾ കമ്പനി ശരിക്കും ബുദ്ധിമുട്ടിയിരുന്നു. സ്റ്റോക്ക് പ്രൈസ് കൂപ്പുകുത്തി. എന്നാൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് കമ്പനി അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടേൺ അറൌണ്ട് സ്റ്റോറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്പനി അവരുടെ കടം കുറച്ചു എന്നുള്ളതാണ്. കമ്പനി അതിന്റെ ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആക്കി, പുതിയ ഓർഡറുകൾ പിടിച്ചു, ഓപ്പറേഷൻസ് കാര്യക്ഷമമാക്കി. അതിന്റെ റിസൾട്ട് നമ്പേഴ്സിൽ വ്യക്തമായി കാണാനുമുണ്ട്. 2025 ജൂൺ ക്വാർട്ടറിൽ കമ്പനി 97 കോടി രൂപയുടെ അറ്റാദായം നേടി. മുൻവർഷം ഇതേ ക്വാർട്ടറിൽ ഏകദേശം 42 കോടി രൂപയായിരുന്നു. അതായത് പ്രോഫിറ്റിൽ ഇരട്ടിയിലധികം വർധനമുണ്ടായി. പുതിയ ഗവൺമെന്റ് പോളിസികൾ വിൻഡ് എനർജി സെക്ടറിന് വലിയ ഉണർവ് നൽകുന്നുണ്ട്. സോളാറിന് പുറമെ വിൻഡ് എനർജിക്കും സർക്കാർ പ്രാധാന്യം നൽകുന്നത് ഐനോക്സ് വിൻഡിനെ പോലെയുള്ള കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ നേടിത്തരാൻ സഹായിക്കും. പല ബ്രോക്കിംഗ് ഏജൻസികളും ഈ സ്റ്റോക്കിന് നിലവിലെ വിലയിൽ നിന്ന് 30% മുകളിൽ ഒരു വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതിലെ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനി ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണെങ്കിലും പഴയ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് കരകയറിയിട്ടില്ല. പ്രോഫിറ്റബിലിറ്റി സ്ഥിരമായിട്ട് നിലനിർത്താൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർച്ച് 25 ക്വാർട്ടറിലെ പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജൂണിലെ പ്രോഫിറ്റ് കുറവായിരുന്നു. ഇത് കാണിക്കുന്നത് കമ്പനിയുടെ പെർഫോമൻസ് ഓരോ ക്വാർട്ടറിലും സ്റ്റേബിൾ ആയിട്ടില്ല. കൂടാതെ വിൻഡ് എനർജി സെക്ടറിലെ കോമ്പറ്റീഷൻ ഒരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഐനോക്സ് വിൻഡ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഹൈ റിസ്ക് നിറഞ്ഞതാണ്. പക്ഷേ കമ്പനിയുടെ ടേൺ അറൌണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മുന്നോട്ട് പോയാൽ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു നേട്ടം സമ്മാനിക്കാൻ ഈ ഒരു സ്റ്റോക്കിന് കഴിഞ്ഞേക്കും. മാർക്കറ്റിനെയും കമ്പനിയെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തയ്യാറുള്ള, റിസ്ക് എടുക്കാൻ മടിയില്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഐനോക്സ് വിൻഡ്സ്. ഐനോക്സ് വിൻഡ്സിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി ഇവിടെ ചേർക്കുന്നുണ്ട്. മൂവിംഗ് ആവറേജസ് 50, 100, 200 മൂവിംഗ് ആവറേജസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുമ്പുണ്ടായ ഒരു ക്രാഷ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ആ ഒരു ടേൺ അറൌണ്ട് സംഭവിക്കുന്ന ആ ഒരു പ്രൈസിലുള്ള ഡിഫറൻസ് കൂടി നമുക്കിവിടെ മാർക്ക് ചെയ്യാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഗ്രീൻ എനർജി സെക്ടറിലെ 3 ഡിഫറന്റ് കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ടാറ്റ പവർ. ടാറ്റ ഗ്രൂപ്പിന്റെ വിശ്വാസ്യതയും ഡൈവേഴ്സിഫൈഡ് ബിസിനസ്സും കൊണ്ട് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഒരു സേഫ് ബൈറ്റ് ആയി പരിഗണിക്കാവുന്ന സ്റ്റേബിൾ ജയന്റ് ആണിത്. രണ്ടാമത് വാരി റിന്യൂവബിൾ. സോളാർ EPC രംഗത്ത് ശക്തമായിട്ടുള്ള ഓർഡർ ബുക്കുമായിട്ട് അതിവേഗം കുതിക്കുന്ന ഒരു ഹൈ ഗ്രോത്ത് ഹൈ റിസ്ക് കമ്പനിയാണ്. മൂന്നാമത്തത് ഐനോക്സ് വിൻഡ്സ്. പ്രതിസന്ധികളിൽ നിന്ന് കരകയറി വരുന്ന ഒരു ടേൺ അറൌണ്ട് സ്റ്റോറി. റിസ്ക് കൂടുതലാണെങ്കിലും അതിനൊത്ത റിവാർഡ് നൽകാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്കൊക്കെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവിടത്തേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അവർ കൂടി ഉപകാരപ്പെടട്ടെ. അടുത്തായിട്ട് ഏത് സെക്ടറിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് താഴെ കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. ഓരോ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.